നമ്മൾ തൊട്ട് മുന്നേ പോയത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലാണ് കേട്ടോ. അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് തന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. റോഡ് സൈഡിൽ തന്നെയാണ്. അതുമല്ല, ആ ലൈറ്റ് ഹൗസിൻ്റെ, വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ അക്വേറിയം ഉള്ളത്. അവിടെ വരുന്നവർക്ക് ഇവിടെ വരാം. 2-3 സ്ഥലങ്ങൾ തൊട്ടടുത്തടുത്തായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഗ്രേസ് മീഡിയ ചാനലിൽ മേളകളും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പോകുമ്പോൾ അക്വേറിയങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ 1-2 ക്ലിപ്പുകൾ എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഫിഷുകൾ തന്നെയാണ് റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം കടൽ മത്സ്യങ്ങളാണ്, അതുപോലെ തന്നെ കടൽ ജീവികളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണാൻ പറ്റുക. എല്ലാ മത്സ്യങ്ങളുടെയും ഡീറ്റെയിൽസ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു പോകുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് ഫിഷ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിഷ് ഇതിനകത്ത് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഫിഷുണ്ട്. അതുപോലെ ഞണ്ടുണ്ട്, കൊഞ്ച്, പിന്നെ കടലാമ, പിന്നെ സാധാ നമ്മുടെ നാട്ടിൽ കാണുന്ന ആമയുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് മത്സ്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളുടെ കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയാവുന്നത് നമ്മൾ പവിഴപ്പുറ്റ് അല്ലെങ്കിൽ ഈ കടലിനകത്ത് വരുന്ന സസ്യങ്ങളുണ്ടല്ലോ, ജീവനുള്ള, അതായത് ചലിക്കുന്ന സസ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചകളായിട്ട് തോന്നി. നമ്മൾ ഏത് അക്വേറിയത്തിൽ കയറിയാലും നമുക്ക് കുറേ കാണാൻ പറ്റുന്ന, സ്ഥിരം കാണുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷുകൾ ഇവിടെ കാണാൻ പറ്റും. പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. പിന്നെ മെയിനായിട്ട് സ്റ്റാർ ഫിഷുണ്ട്, പിന്നെ കടൽ കുതിരയുണ്ട്. അങ്ങനെ തുടങ്ങി. എനിക്ക് എല്ലാത്തിൻ്റെ പേരറിയത്തില്ല. ഒരുപാട് വെറൈറ്റി ഉണ്ട്. അത് മാത്രമേ അറിയാവുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. വെറൈറ്റി മാത്രമേ ഉള്ളൂ. കൊള്ളാം കേട്ടോ. കുറച്ച് ഏരിയ ആണെങ്കിൽ പോലും വളരെ നമ്മൾ കടലിൻ്റെ അകത്തുള്ള ഒരുപാട് മത്സ്യങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അക്വേറിയത്തിൽ നിന്ന് കിട്ടും. അത് ഉറപ്പാണ്. രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ അകത്ത് ആ കണ്ട ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കയറിയ ആ ബിൽഡിങ്ങിനകത്താണ് നമ്മളിപ്പോൾ ഈ കണ്ട ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ടാങ്കുകൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നു. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് പുറത്തുള്ള കുറച്ച് ടാങ്കുകളൂടെ കാണാനുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്കൊരു ചെറിയൊരു വഴിയുണ്ട്. അതുവഴി പോകുമ്പോൾ പുറത്തുള്ള ടാങ്കുകൾ കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കടലാമയും നമ്മുടെ പുഴയിലൊക്കെ ഉള്ള ആമയൊക്കെ ഉള്ളത്. ഇതുപോലെ വലിയ ടാങ്കുകളാണ്. ഇതിനകത്ത് വലിയ മീനുകളാണ് ഉള്ളത്. നമുക്ക് വീഡിയോയിൽ അത്ര എഫക്റ്റീവായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇത് ആമകളുടെ കളക്ഷനാണ് കേട്ടോ. ഇത് തന്നെ ഒരു 3 ഇനം ആമകൾ അതിനകത്തുണ്ട്. ഒരു ടാങ്കിലാണെങ്കിൽ 3 ഇനം അതിനകത്തുണ്ട്. അതുപോലെ വേറെ ടാങ്കുകളുണ്ട്. അവിടെയൊക്കെ ഫിഷുകൾ ഇട്ടിട്ടുണ്ട്. ഇത് കടലാമയാണ്. കടലാമ നല്ല വലിപ്പമുണ്ട്. അതൊരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. ഇത്രയും വലിപ്പമുള്ളൊരു ആമ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ആ ഒരെണ്ണം നല്ല വലിപ്പമുണ്ട്.
പുറത്ത് തന്നെ 2-3 സെക്ഷനായിട്ടാണ് ടാങ്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ താഴത്തും ഇതുപോലൊരു വലിയൊരു ടാങ്ക് കാണാം. ഇത് അകത്തേക്ക് നല്ല ആഴത്തിൽ ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അവിടെയും വലിയ ഫിഷുകൾ ഇട്ടിട്ടുണ്ട്. സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രമല്ലേ. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം അക്വേറിയത്തിൽ വന്നായിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾക്കാരിലായാലും വേറെ പലയിടത്തും പോയി കണ്ടിട്ടുണ്ട്, ഒത്തിരി കണ്ടിട്ടുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അപ്പുറമായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഏരിയയേ ഉള്ളൂ, ഒത്തിരി അങ്ങനെയല്ല. എന്ന് വെച്ചാൽ 20 രൂപ ടിക്കറ്റേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളൂ. എങ്കിലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് മത്സ്യങ്ങൾ കാണാറുണ്ട്. ഞങ്ങൾ ഏതാണ്ട് എവിടെ പോയിട്ടുണ്ട്, നമ്മൾ ഒരു 400 പഞ്ചവടി അവിടെയാണെങ്കിൽ ഈ സ്രാവോ എന്തൊക്കെ സ്രാവ് ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്ത മത്സ്യം ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു വെറൈറ്റി ഉണ്ട്. അത് അത്രയ്ക്ക് ചാർജ് ഉണ്ട്. പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന 400 രൂപ ടിക്കറ്റ് എന്തോ ആയിരുന്നു നമ്മൾ നല്ല വലിപ്പമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കടൽ ജീവികളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷ്, ഞണ്ട്, കൊഞ്ച്, ഞണ്ട് അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ട്. വലിയ 20 രൂപ ടിക്കറ്റേ ഉള്ളൂ. അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ്, പിന്നെ ഇവിടെ വരാം. തൊട്ടടുത്ത് തന്നെ മറ്റേ ഹവാ ബീച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. 10 രൂപ ആണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് ഇനി അടുത്ത ആ ബീച്ചിലോട്ട് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ക്യാമറയ്ക്ക് 25. ടൈമിങ് രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ടൈമിങ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അടുത്ത ബീച്ചിലോട്ട് പോകാൻ നോക്കാം. നമ്മൾ അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെയും തിരിച്ച് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഇങ്ങറ്റം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ അതേ ബീച്ച് തന്നെയാണ്. അതായത് ലൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല ബീച്ച്, അത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ്. നമ്മൾ വണ്ടി ഇങ്ങറ്റം വരെ ഇറക്കാൻ പറ്റത്തില്ല. വണ്ടി ലൈറ്റ് ഹൗസിൻ്റെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് നമുക്ക് റോഡിൽ വച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ്. തൊട്ടടുത്തുള്ള നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസ് ഇവിടെ നിന്നാൽ നോക്കി കാണാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ലൈറ്റ് ഹൗസ്. നമ്മൾ അത് കഴിഞ്ഞ് നേരെ അടുത്ത അക്വേറിയം കാണാൻ പോയി. അതിന് ശേഷം നേരെ വന്നേക്കുന്നത് ഇങ്ങോട്ടാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ബീച്ച്. ഒരുപാട് ഫോറിനേഴ്സ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഈ കുടയുടെ അടിയിലെല്ലാം അവരാണ്. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നില്ല. പിന്നെ എന്താണ്, ഈ സൈഡിൽ അത്രയും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരം കോവളത്തൊക്കെ കാണുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ, തൊപ്പി, ഡ്രസ്സ് അങ്ങനെയുള്ളത്. പിന്നെ റിസോർട്ടുകൾ, കാര്യങ്ങൾ, ഹോം സ്റ്റേ അങ്ങനെയൊക്കെ ആയിരിക്കണം. വീടുകൾ പോലെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ്ങോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനപ്പുറത്താണ് ഇനി കോവളവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നിരുന്നാലും ഇവിടെയും ഞാനും വന്നിട്ടില്ല കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറായിട്ടുള്ളതാണ്. ഇവിടെ റെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപകട മേഖല ആയിരിക്കണം കേട്ടോ. ഓക്കെ, ആൾക്കാർ അവിടെ നീന്തുന്നുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ടാവും. സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. സൂര്യാസ്തമനത്തിൻ്റെ സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്ഥലം നമ്മൾ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3ാമത്തെ സ്ഥലം ഈ ബീച്ചിലേക്ക് എത്തുന്നത്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. നല്ലൊരു നടപ്പാത. അതിന് 2 സൈഡിലായിട്ട്, ഒരു സൈഡ് കടലും അതുപോലെ തന്നെ ഒരു സൈഡിൽ കച്ചവട സാധനങ്ങളും. ഫോറിനേഴ്സിന് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ കണ്ടു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മുന്നേ ആയിട്ട് ഒരു പട്ടി പോകുന്നുണ്ട് കേട്ടോ. കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ കൂടെ തന്നെ അത് വരുന്നുണ്ട്. ഇവിടെ ഉള്ള കടകൾക്കും അതുപോലെ തന്നെ പ്രത്യേകതകളുണ്ട്. ചിലത് ഓല ഇട്ടിട്ടാണ്, ചിലത് അല്ലാണ്ട് തടികളുടെ വർക്കുകളൊക്കെ കൂടുതൽ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ കൂടുതലും. അതായത് ഫോറിനേഴ്സിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പണികൾ ചെയ്തിട്ടുള്ള കടകളും കാര്യങ്ങളും ഹോം സ്റ്റേയും റിസോർട്ടുകളും ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബീച്ചിന് സൈഡിലായിട്ട് ഒരുപാട് ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫോറിനേഴ്സ്, നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്, അവിടെയൊക്കെ ഫോറിനേഴ്സ് വന്നിരിക്കും. ഇവിടുത്തെ റിസോർട്ടുകളുടെയും സ്ഥലങ്ങളുടെയൊക്കെ മാപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. കൂടുതലും ആൾക്കാർ ഈ വൈകുന്നേരങ്ങളിൽ മനോഹരമായിട്ടുള്ള സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിലിരുന്നിട്ട്. നേരത്തെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് കണ്ടത്. നമ്മളിപ്പോൾ ബീച്ച് നിന്നിട്ട് ലൈറ്റ് ഹൗസ് കാണുകയാണ്. എന്തോ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ശാന്തത നൽകുന്ന, അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട്. വലിയ ബഹളമൊന്നുമില്ല കേട്ടോ, വളരെ ശാന്തതായിട്ടുള്ള ഒരു സ്ഥലം.
എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നതെന്ന് അറിയത്തില്ല. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന്. വൈകുന്നേരം ആയി തുടങ്ങി. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. എത്താൻ വേണ്ടി കുറച്ച് താമസിച്ചു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ കുറേ സമയം നിൽക്കണമെന്നുണ്ട്, എന്നാലും അടുത്തൊരു അടിപൊളി ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒന്ന് സ്പീഡായിട്ട് പോവാം. ഇന്നത്തെ നമ്മുടെ ഈ യാത്രകൾ, അതായത് അക്വേറിയവും നമ്മുടെ ലൈറ്റ് ഹൗസും നമ്മുടെ ഈ ബീച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. നമ്മുടെ യാത്രകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഒരു കമൻ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത ഒരു യാത്രയ്ക്ക് ഒരു ഊർജ്ജം നൽകുന്നത്. ഉറപ്പായിട്ടും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതുകൊണ്ട് നിർത്തുന്നില്ല. ഇന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരത്തെ അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോവാണ്. അത്ര പബ്ലിക് അല്ലാത്തൊരു സ്പോട്ട്. വെയിറ്റ് ചെയ്യാം കേട്ടോ. ബൈ.